നമുക്കൊന്നും കിട്ടിയിട്ടില്ല, സർക്കാരിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് സാധനം കിട്ടി, നമ്മൾ ഉപജീവന മാർഗ്ഗമാണ് ഒലിച്ചു പോയത് കംപ്ലീറ്റ്. നമ്മൾ വെലങ്ങാട്ടേക്ക് പോവുകയാണ്. ഉരുളുപൊട്ടി ഒരുപാട് മനുഷ്യരുടെ ജീവിതം പ്രയാസത്തിലായിപ്പോയ ആ സ്ഥലം ഇതാണ്. ഉരുളുപൊട്ടിയ സ്ഥലം ആ മലയാണ് കുത്തിയൊലിച്ച് താഴേക്ക് പോയി വിലങ്ങാട്ടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത ഇടമാക്കി പ്രദേശത്തെ മാറ്റിയത്. ഇതേപോലെ വളരെ കുറച്ച് വീടുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബാക്കി പലർക്കും വീട് സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇത് ബാക്കിയുണ്ട്, പക്ഷേ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ജീവിതം തന്നെയാണ് നഷ്ടപ്പെട്ടു പോയത്. തലേദിവസം മഴയുണ്ട്. അങ്ങനെ മഴ പെയ്ത് നിൽക്കാത്ത മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പിന്നെ ആദ്യം ഉരുൾ സന്ധ്യയായി, കറണ്ടെല്ലാം രാവിലെ തന്നെ പോയി. അങ്ങനെ ഇതെല്ലാം പോയതിന് ശേഷം ഇങ്ങനെ ഉരുൾ പൊട്ടുന്നതായിട്ട് പിന്നെ ഓരോരുത്തർ വിളിച്ച് പറയാൻ തുടങ്ങി. തോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി, തോട്ടിലൊക്കെ കല്ലുരുളുന്ന ഒച്ച കേൾക്കാം. അങ്ങനെ വിളിച്ച് പറഞ്ഞ് കുറേ ആൾക്കാരെല്ലാം കയറി. പിന്നെ താഴെ നിന്നൊരു മാഷ് ഇതറിയാൻ വേണ്ടി കയറി വന്നതാണ്. അങ്ങനെയാണ് ആ മാഷ് മരിക്കുന്നത്. അയാൾ ഒരു വശം കടന്നു പോയി തിരിച്ച് ചെല്ലുമ്പോഴും പിന്നെ ഒരു പീടിയെ കയറി നിന്നു. പിന്നെ വരുന്ന ഉരുൾ വലുതാണ്. അത് 2-3 സൈസ് സ്ഥലത്തു നിന്ന് മേലെ നിന്ന് പൊട്ടി താഴോട്ട് ഒന്നിച്ച് വന്നതാണ്. അതിലാണ് മാഷും ആ കടയും ആ പ്രദേശം മുഴുവനും ഈ 13 വീടല്ല, അതിൽ ഒരുപാട് ഏക്കർ സ്ഥലങ്ങൾ പോയി. ഒരു ഏക്കർ സ്ഥലങ്ങൾ കൃഷി പോയി. അങ്ങനെ പിന്നെ ഇവിടെ താമസയോഗ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ വെലങ്ങാട് ഏരിയയിൽ ഒരു കാരണവശാലും ഒരു പുതിയ വീട് വെച്ചാൽ പോലും നമ്പർ കൊടുക്കുന്നില്ല സർക്കാർ. അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഈ സ്ഥലം കിടക്കുകയാണ്. മുള്ളംകുന്ന് പോയവരുണ്ട്, പിന്നെ ചെക്കിട്ടപ്പാറയ്ക്ക് പോയവരുണ്ട്. പല സ്ഥലത്തേക്കും ആൾക്കാർ ഇവിടുന്ന് ഇട്ടിട്ട് പോവുകയാണ് ഇത് പേടിച്ചിട്ട്. അപ്പോൾ ഈ മലയോര ഭാഗത്ത് ഒരാൾക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുകയാണ് ഈ നാട്. ഇതെല്ലാം കൂടി ഇവിടുന്നാണ് യോജിച്ച് ഈ താഴേക്ക് പോകുന്നത്. ഇത് ഉരുൾപൊട്ടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് ശരിക്കും. വീടുണ്ടായിരുന്നു, ഇവിടെ താമസം. ആണോ? ഏതാ പൊളിയാത്ത വീടാണോ മുകളിൽ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ടല്ലോ. ഈ ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് പോയാനെ. അതിന് ഈ കറണ്ടുണ്ട്, വെള്ളമുണ്ട്, അങ്ങനെ റോഡുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങൾ കാലക്രമേണ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടവർക്കെല്ലാം പൈസ കിട്ടുകയൊക്കെ ചെയ്തു. 30 ലക്ഷം രൂപ കിട്ടി. പള്ളി വക 15 ലക്ഷവും പിന്നെ സർക്കാരിൻ്റെ വക 15 ലക്ഷവും. പിന്നെ ഇവിടുന്ന് ആനുകൂല്യത്തിൻ്റെ കേസ് പറഞ്ഞാൽ ഇത്രയും നമുക്ക് വയനാട്ടിലെല്ലാം കിട്ടുന്നു. വയനാട്ടിലേത് ആയതുകൊണ്ട് നമ്മുടെ അങ്ങ് വിട്ടുപോയി. വയനാട്ടിൽ മരണങ്ങൾ കൂടുതൽ നടന്നതുകൊണ്ട് നമ്മൾ ഈ വെലങ്ങാട് എല്ലാം ഒറ്റ ദിവസമായിരുന്നല്ലോ, വെലങ്ങാടിനെ പറ്റിയിട്ടുള്ള ഇല്ലായിരുന്നു. അതുമെല്ലാം കഴിഞ്ഞ് പിന്നെ ആൾക്കാരെല്ലാം വന്നതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ വിവരം കിട്ടുന്നത്. കൂടുതൽ സഹായങ്ങൾ വയനാട്ടിലേക്ക് പോയി. നമുക്ക് കിട്ടേണ്ടതായിരുന്നു. നമുക്കൊന്നും കിട്ടിയിട്ടില്ല, സർക്കാരിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് സാധനം കിട്ടി, നമ്മൾ ഉപജീവന മാർഗ്ഗമാണ് ഒലിച്ചു പോയത് കംപ്ലീറ്റ്. ബാധിക്കപ്പെട്ട വീടുകൾ പോയ ആളുകൾക്ക് കുറച്ച് സഹായമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വീട് പോവാതെ ഇപ്പോഴും ഇവിടെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ ഭയത്തിൻ്റെ മുനമ്പിൽ തന്നെയാണ് മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ്.